പറഞ്ഞ എന്ത് സാധനമാണോ പറഞ്ഞത്? നമ്മുടെ കാറിന് എന്തുണ്ടെന്നാ പറഞ്ഞേ? അത് പറയണം. ഡോമിനോസിന്ന് പിസ്സ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞത് അത് പറയണം. എന്താണ് കാറിന്റെ മേളത്ത് വിൻഡോ അതിനെന്താ പറയണത്? സൺപ്രൂഫാ? എടി സൺ റൂഫ് പേര് പറഞ്ഞേ. സൺറൂഫാ? നിങ്ങള് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലോ. കറക്റ്റ് ആയിട്ട് പറഞ്ഞെങ്കിലല്ല ഞാൻ ഡൊമിനോസിന്റെ പിസ്സ മേടിക്കും. ഇങ്ങനെ രണ്ടും തെറ്റായിട്ടാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ മേടിച്ചു തരും? ഒന്നുകൂടെ പറഞ്ഞേ. ഫോണെങ്ങാനും താഴത്ത് വീണ് കഴിഞ്ഞാൽ നല്ല അടി കിട്ടും. പിസ്സ ഒന്നും മേടിച്ചു തരാൻ പറ്റില്ല. പിസ്സ മേടിച്ചു തരാൻ വേണ്ടി ഇവന് കഴിക്കാൻ പാടില്ല. ഇവന് ഒന്നാമത്തെ കാര്യം ഡോക്ടർ പറഞ്ഞേക്കണ സ്പൈസി ആയിട്ടുള്ളതൊന്നും കൊടുക്കരുത്. എന്താ ഞാൻ പറഞ്ഞേ കറക്റ്റ്. ഇടിച്ചു കൊന്നാണോ നീ? അയാളുടെ പേര് പറ. അപ്പൊ ഇടിച്ചു കൊന്ന ആളുടെ പേര് ചോദിക്കാനാണ് ഇടിച്ചു കൊല്ലണത്. വിളിക്കുന്നുണ്ട്. കേട്ട് പിള്ളേരെയൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര സീനാ. ഡാൻസ് കളിച്ച് പോണാടാ? അല്ല, പുനിത് അന്തോണിയസ് അല്ലേ? പുനിത് അന്തോണിയസ്. അന്തോണിയാർ. അവിടെ എന്താ എഴുതിയത്? തക്കുട് പറയണത് അവിടെ തമിഴ്നാടെന്ന് എഴുതിയേക്കണെന്നാ. കറക്റ്റ് ആണ്. വീട്ട് പറ എന്താ ചെയ്യണ്ട? ഫുഡ് കഴിച്ചിട്ട് കളിച്ചാ പോരെ? നീ ചൊല്ലേ ഫുഡ് സാപ്പിട്ടിട്ട് അപ്പുറം നമുക്ക് വിളയാടാ. തുങ്ക് പറ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കളിച്ചാൽ മതിയാ. അപ്പൊ നിങ്ങൾ രണ്ട് മാറി ഇങ്ങോട്ട്. നിങ്ങൾ രണ്ട് മാറിയിക്ക്. ഫുഡ് വേണ്ടാത്ത രണ്ടുപേരും മാറിയിക്കുക. നിനക്ക് ഫുഡ് വേണമാ? നിനക്ക് ചോറ് ഒരു വെയിറ്റ് ചോറ് പ്ലസ് ഐസ്ക്രീം ഉണ്ട്. അപ്പൊ അത് കഴിച്ചിട്ട് കളിക്കണോ അല്ലെങ്കിൽ എന്താ കുറച്ച് ചെറിയത് അങ്ങോട്ട് നീങ്ങണ? എന്താ പറ? ചോറ് പ്ലസ് ഐസ്ക്രീം ഉണ്ട്, ഏതാ വേണ്ടത്? അപ്പൊ ചോറ് കഴിക്കാൻ റെഡിയാണോ? തക്കുടെ ലൈസൻസ് സ്കൂട്ടായി. അവനെ പ്രതീക്ഷിച്ച് ഇവിടെ വന്ന തുങ്കു മാത്രമേ ഇപ്പൊ ഒറ്റക്കായി. അപ്പൊ തുങ്കു ഇവിടെ ഒറ്റക്ക് ഇന്നോ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാനും വരാത്. അപ്പോൾ നമ്മൾ ഇന്നൊരു പരിപാടിക്ക് പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. സോ നിസി സൈക്കിളോട്ടുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടത് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഷഹിൻ. ഇവന്റെ സൈക്കിൾ ആരോ അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ. ഇവിടെ നിന്നൊരു കൊച്ചിന് കിട്ടി. സംഭവം ഈ കൊച്ച് ആരടുത്തും പോവാറില്ല, പക്ഷെ എന്റെ അടുത്ത് വന്നു. ഓ തമിഴ്. இந்த குழந்தை வந்து வேற யாரு கூடயும் போவாது, என்கிட்ட வந்திருக்கு. அதனால நான் ரொம்ப ஹாப்பி. கரெக்ட் தம்பி. നിസി കോൾ പണി പാത്താ അന്ത കുളന്ത പോലെ കാണണോ ഗൈസ്? വരില്ല. എന്റെ കൈ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊച്ചു കാത്തിരിക്കത് നോക്കിക്കോ. ചേട്ടൻ എങ്ങനെ എടുത്താന്നറിയോ കൊച്ചിനെ ഭീഷണിപ്പെടുത്തി? ഞാൻ അടുത്ത് ഇങ്ങനെ വന്നില്ലെങ്കിൽ വീട് കത്തിക്കും അച്ഛനമ്മനെ പിടിച്ചിട്ട് പോകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ കൊച്ചു വന്നു. എന്റെ കൈ നോക്ക്. എന്നോട് സൈക്കിൾ എങ്ങടാ? അതിലെന്തെങ്കിലും ഉണ്ടാവും. എനിക്ക് തരുമോ ഐസ്ക്രീം? തരുമോന്നോ ഇല്ലെന്നോ? അല്ല ഇത് മനസ്സിലായില്ല. ആരാ അറിയാണ്ട് ചുമ്മാ പറഞ്ഞല്ലേ കയറിയിരുന്നോളാം. അപ്പോഴത്തേക്കും കയറിയിരുന്നല്ലേ, കുഴപ്പമില്ല. അപ്പൊ ഗൈസ് അപ്പൊ നമ്മള് ദിവനാണ്. നിനക്ക് മലയാളം தெரியுமா? മലയാളം അറിയില്ല, എന്നാലും നമ്മൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ എന്താ പറയാ ചന്ദനത്തിരി മേടിക്കാൻ പോണ് എന്ന് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ ഇവന് വേറൊരു സാധനം മേടിക്കാൻ വേണ്ടിട്ട് പോവാണ്. സൈക്കിള് മേടിക്കേണ്ടി വരും. നിസിക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? ഇത് നിസിക്ക് ഇഷ്ടപ്പെട്ട ഈ സൈക്കിൾ അല്ല, ഇത് വെക്കണമെങ്കിൽ സൈക്കിൾ മേടിക്കണമെന്ന് പറയണേ. ഉനക്ക് എന്താ സൈക്കിൾ പിടിച്ചത്? ആക്ച്വലാ இந்த സൈക്കിൾ வந்து உனக்கு தான் வாங்குது. சீரியஸா உனக்கு தான் வாங்குது. அதான் ரெண்டு சைக்கிள் இருக்கட்டும். சீரியஸா சொல்றேன், உனக்கு தான் வாங்குது. நாங்க ஆல்ரெடி பே பண்ணியாச்சு. முதல்ல நான் நினைச்சேன் அவனுக்கு வாங்கலாம்னு நினைச்சேன். அப்பதான் நீ சொன்னே அது வந்து அவனோட சைக்கிள் இருந்து. இப்போ உனக்கு என்ன பிடிக்கும்? வேற சைக்கிள் இல்லாம வேற என்ன பிடிக்கும்? உங்ககிட்ட இருந்து காசு போகுது அந்த நினைச்சது நினைக்காது. உனக்கு வேண்டாம், வேற என்ன வேணும் உனக்கு? അയ്യോ സൈക്കിള് അങ്ങനെ സൈക്കിൾ വാങ്ങി ഇത് വെച്ചതാ ആവണം. അപ്പോ മൂഞ്ചിക്കപ്പെട്ടു. ഭാഗ്യം നമ്മൾ അവനോട് ചോദിക്കാണ്ട് സൈക്കിൾ മേടിക്കാനത്. അവന് സൈക്കിൾ ഇഷ്ടമല്ല. അപ്പൊ ഞങ്ങള് കന്യാകുമാരിയിലേക്ക് പോവാണ്. ഇന്നാണ് നമ്മളുടെ കന്യാകുമാരി വിസിറ്റ് ഡേ. പിള്ളേരൊക്കെ കൊണ്ട് 2 കാറിനാണ് പോകുന്നത്. സീനാണ്. എന്താണ് അവസ്ഥ എന്നുള്ളത് അവിടെ പോയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിള്ളേരൊക്കെ വേറൊരു കാറുണ്ട്, ആ കാറിൽ. ഇതൊക്കെ വേറെ വലിയ ആളുകൾക്ക് പോകാനുള്ള കാറാണ്.
താക്കോലിരിക്കണ എന്റെ കയ്യില്. ഈ പിന്നെ ഈ കാണാ അപ്പൊ അത് തരൂല്ല എനിക്ക്. ഇല്ല. കന്യാകുമാരി പോണതിന് മുന്നേ നീ ഇത് തലകറങ്ങി വീഴാണ്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ പറക്കുന്നതിൽ മറ്റേ ബസന്തി ട്രെൻഡിനെ പറ്റി അറിയാത്ത നിങ്ങളോടൊക്കെ ഞാൻ എന്ത് പറയാൻ. ഇത് ചെയ്തിട്ടും കാര്യമില്ല. കണ്ട ഷൂട്ടൊക്കെ നോക്കി രണ്ട് വേറെ വേറെ ചവിട്ടല്ലേ പറ്റാ. കാർ കൂടി വരാണ്ട്, ആ കാർ വന്നിട്ടില്ല. ആ കാർ വന്നതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പറക്കും. ഇതാണ് വഴി. പിന്നെ ഈ വണ്ടി ഇങ്ങോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഇതിന്റെ റിവേഴ്സ് എടുത്ത് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി. കന്യാകുമാരി പെട്ടെന്ന് പോണെന്ന് പറഞ്ഞ ആളാ. ഇതാ ഈ ബാറ്റാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. SS മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലും. കാരണം നമ്മ ബാറ്റ് എടുത്തു. അപ്പൊ നമ്മള് കന്യാകുമാരി എത്തി. അപ്പൊ ഇതാണ് ഞങ്ങൾ പറഞ്ഞ പറ്റിയ ആ കട, നമ്മളുടെ മീൻ കടയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേച്ചിമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാടി വിളിക്കുന്നതായിരിക്കും. ഇപ്പൊ ഇവിടെ തിരക്കൊന്നും ആയിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല തിരക്കാവും. നമ്മള് മെയിൻലി ഇവിടെ വരുന്നത് എന്തിനാണ് നിസി? ചകള നോക്കി കുറെ കിട്ടാത്തിന്റെ പ്രശ്നമുള്ളൂ. കാണിക്കണ്ടില്ലേ? ഒരു കീറ് തരട്ടെ പിന്നെ. എന്നെ ചവിട്ടറ അവള് കീറ് തരട്ടെ എന്ന് പറഞ്ഞപ്പോ. അബി ഇത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഡേവിഡ് കുട്ടാപ്പിയോ അത് മേടിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ രണ്ടും വേസ്റ്റ് ആക്കും. കടക്കാരൻ വിചാരിച്ചിന് ഇതിന് അയാളെ ഇഷ്ടമുള്ളത് കൊണ്ട് പോയതാണെന്ന്. ഒന്നക്ക് 150 രൂപ, ഒന്നക്ക് 2 രൂപ. തിരട്ട് മൂഞ്ചൊന്നും சொல்லு തന്നെ. கேமரா நீங்க தானே உங்களுக்கு, நீங்க எதுக்கு பயப்படுறீங்க? நீங்க சொல்றதெல்லாம் உண்மைதானே, அப்புறம் எதுக்கு பயப்படுறீங்க? உங்களோட மனசு பார்த்து நான் சொல்லட்டுமா, முகம் பார்த்து நான் சொல்லட்டுமா? நீங்க வந்து கன்னியாகுமரியில உள்ள ஆளு. உங்க முகத்தை நான் பார்த்து சொல்றேன். உங்களுக்கு 2 குழந்தைங்க. வேண்டாம் கை வேண்டாம். அப்ப நான் கை நீட்டுறேன், நீங்களும் அதே மாதிரி கை நீட்டு. அப்ப காசு டாலி ஆகி போயிடும். இவங்களுக்கு கை வாக்கு தெரியும், அதான் கேக்குறேன். உங்க கை காட்டுங்க. உங்க பேர் என்ன? കറുപ്പകം. നല്ല തിപ്പാല് കുടിക്കാൻ പോവാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ നാട്ടിലെ പരുത്തിയിലേ അതെന്തൊക്കെയാണെന്ന് തോന്നുന്നു. ശർക്കര. സോ ഗൈസ്, അപ്പൊ ഇത് സൂടാണ പരുത്തിപ്പാൽ. എനിക്ക് തോന്നുന്നത് പരുത്തി, നമ്മുടെ നാട്ടിലെ പരുത്തിയിലയുടെ എന്തൊക്കെയാണ്. നല്ല ചൂടാർന്ന് അണ്ണാക്ക് പൊള്ളിപ്പോയി. ഇപ്പൊ ഇനി നാളെ നാക്ക് സീനായിരിക്കും. കുറെ നേരമായിട്ട് ഈച്ചടിച്ചിട്ട് നാളെ ഇപ്പൊ നോക്കി നല്ല കസ്റ്റമേഴ്സ് ഒക്കെ ആയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഡിസ്കൗണ്ട് ഒന്നും വരില്ല. നീ എങ്ക പോനാലും അത് ഒന്നെ ഫോളോ ചെയ്യും. പാരിച്ചുമ്മാ അപ്പടിയെ പാര്. സോ ഫുഡൊക്കെ എല്ലാം വന്നിട്ടാ. എന്റെ പൊന്നെ, ഇതെന്താണ് പൂരിയാ? എടുത്തോ. അമ്മ സ്റ്റിയറിങ് വണ്ടി ഓടിക്കുന്നു ഇവിടെ. അല്ല ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞ് വേണം അത്. അവസാനം വീട് വന്നാച്ച്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സാധനങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെച്ച് നമ്മൾ പോവാണ്. സോ ഗൈസ്, അപ്പൊ നമ്മൾ പോവാണ്. കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനുവേണ്ടി നമ്മൾ കന്യാകുമാരി പോവാണ്. എവിടെയാണ് ഞങ്ങളൊരു കാർ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഡിഫൻഡർ ആണെന്ന് കാണിച്ചേ. വേറെ കുറെ കാർ കാണിച്ചു, പക്ഷെ അവൻ ഈ ചെറിയൊരു കാർ മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. വേറെ ഒന്നും വേണ്ടെന്നാ പറയണത്. തുങ്കൂന് എന്താ ഇത്, കീച്ചെയിൻ അല്ലേ? നിനക്കൊക്കെ എന്തെങ്കിലും മേടിച്ചാ? ഇഡലിയും പടയുവാ. അതാർക്കാ? നമ്മുടെ സ്പെഷ്യൽ കപ്പയും മീനും. അപ്പൊ ഗൈസ്, കപ്പയും മീനൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കൊച്ചിയിലേക്ക് പോവാണ് കേട്ടോ.